السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിലൊക്കെ പൈശാചിക ഉപദ്രവം ഉണ്ടാകാറുണ്ട്. നമ്മളറിയാത്ത രൂപത്തിൽ നമ്മെ ഉപദ്രവിക്കാനും രോഗത്തിൻ്റെ അടിമയാക്കാനുമൊക്കെ പിശാചിന് കഴിയുന്നതാണ്. അത് ഖുർആനിലൂടെയും ഹദീസിലൂടെയൊക്കെ വന്നതുമായ കാര്യവുമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. പിശാചിൻ്റെ ഉപദ്രവമുണ്ടാകാൻ ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് കാരണം. നമ്മളിലുണ്ടാകുന്ന ചില വീഴ്ചകളും തെറ്റുകളും കൊണ്ട് പിശാചിനെ നമ്മൾ വീട്ടിൽ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുണ്ടാകുന്ന വീഴ്ചകൾ എന്ന് പറയുന്നത്. ഇന്നിവിടെ ഈ വിനീതൻ സൂചിപ്പിക്കുന്നത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന 4 തെറ്റുകളെക്കുറിച്ചാണ്. ഈ കാര്യങ്ങൾ നബി തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഒന്നാമത്തത്, ചെറിയ കുട്ടികൾ വീടിൻ്റെ പുറത്ത് പോവുക, അവരെ കൊണ്ടുപോവുക, അവരെ പുറത്തിരുത്തുക എന്നതാണ്. അഥവാ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കുട്ടികൾ പുറത്തു പോവുകയും കുട്ടികളെ കൊണ്ട് നമ്മൾ പുറത്തിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിശാചിൻ്റെ ശല്യമുണ്ടാകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ ആ വീട്ടിലേക്ക് പൈശാചിക ഉപദ്രവം ഉണ്ടാവുകയും ആ കുട്ടിക്ക് പൈശാചിക ബുദ്ധിമുട്ടുണ്ടാവുകയുമാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന ജുനുഹുൽ ലൈലി ഔ അംസൈതും ഫകുഫൂ സിബിയാനകും ഫഇന്ന ശൈത്താന യന്തശിറു ഹീനഇദിൻ ഫഇദാ ദഹബ സഅത്തും മിനൽ ലൈലി ഫഖല്ലൂഹും. അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, ഇദാ കാന ജുനുഹുൽ ലൈൽ, രാത്രിയുടെ ആദ്യ സമയമായാൽ, ഔ അംസൈത്തും അല്ലെങ്കിൽ വൈകുന്നേരമായാൽ, ഫകുഫൂ സിബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം. പുറത്തു പോകുന്നതിനെ തൊട്ട് നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണം. നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല. കാരണം ഫഇന്ന ശൈത്താന യന്തശിറു ഹീനഇദിൻ, രാത്രിയുടെ ആദ്യ സമയത്തും വൈകുന്നേരവും മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ ശൈത്താന്മാർ പിശാചുക്കൾ വ്യാപിക്കുന്ന സമയമാണ്. ഫൈദാ ദഹബ സഅത്തുൻ, ആർക്കെങ്കിലും രാത്രിയിൽ പോകണമെന്നുണ്ടെങ്കിൽ മിനൽ ലൈലി ഫഖല്ലൂഹും, നിങ്ങൾ ഇശായിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോവുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളിൽ പലരും മഗ്‌രിബാകുന്നതോടുകൂടെ രാത്രിയിൽ കറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. രാത്രി മഗ്‌രിബ് നിസ്കരിച്ച വാടെ നമ്മൾ ബീച്ചിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ കറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് പിശാചിൻ്റെ ബാധയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, പഴയ കാലത്തൊക്കെ നമ്മളത് സൂക്ഷിച്ചിരുന്നു. നമ്മുടെ ഉമ്മമാരൊക്കെ അത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പലരും ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ ഉമ്മമാരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. രണ്ടാമത്, വളർത്തുമൃഗങ്ങളെ പുറത്തു വിടരുത് എന്നാണ്. അഥവാ കന്നുകാലികൾ, കോഴികൾ എന്നിവയൊക്കെ മഗ്‌രിബിന് മുമ്പ് തന്നെ, കോഴികളെ വളർത്തുന്നവരുണ്ടാകും, കന്നുകാലികളെ വളർത്തുന്നവരുണ്ടാകും, പശുവിനൊക്കെ വളർത്തുന്നവരുണ്ടാകും. അവരൊക്കെ മഗ്‌രിബിന് മുമ്പ് തന്നെ അതിനെയൊക്കെ ആലയിൽ കെട്ടണമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ പക്ഷം വീടുകളിൽ ശൈത്താനിൻ്റെ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നതാണ്. തങ്ങൾ പറഞ്ഞു, ലാ തുർസിലു ഫവാസിയക്കും, നിങ്ങളുടെ മൃഗങ്ങളെ, കന്നുകാലികളെ നിങ്ങൾ അയച്ചു വിടരുത്. ഐ കുല്ലു മാ യന്തസിറു മിൻ മാസിയത്തിൻ വഗൈരിഹാ വസിബിയാനക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളെയും നിങ്ങൾ രാത്രി മഗ്‌രിബിൻ്റെ സമയത്ത് നിങ്ങൾ പുറത്തു വിടരുത്. ഇദാ ഗാബത്ത് ശംസു, സൂര്യൻ മറഞ്ഞു കഴിഞ്ഞാൽ, ഹത്താ ഏതുവരെ, തദ്ഹബ ഫഹ്മത്തുൽ ഇശാ, ഇശാ വാങ്ക് കൊടുക്കുന്നതുവരെ, ഇശായിൻ്റെ സമയമാകുന്നതുവരെ, ഫഇന്ന ശൈത്താന ഫഇന്ന ശയാത്തീന തൻബഇസു ഇദാ ഗാബത്ത് ശംസു
ഹത്താ തദ്ഹബ ഫഹ്മത്തുൽ ഇശാ. ശൈത്താൻ മഗ്രിബ് മുതൽ ഇശാ വരെ അവർ വ്യാപിക്കുന്നതാണ്. അതിൻ്റെ ശൈത്താനിൻ്റെ ഷർറുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് തന്നെ മക്കളെയും അതേപോലെ തന്നെ കന്നുകാലികളൊക്കെ മഗ്രിബിന് മുമ്പേ നമ്മൾ കൂട്ടുക, അല്ലെങ്കിൽ അത് പ്രയാസമായിട്ട് വരുന്നതാണ്. അത് കന്നുകാലികൾക്കും പ്രയാസമാണ്, നമ്മുടെ വീടുകളിലും പ്രയാസമാണ്. മൂന്നാമത്തത് വാതിലുകൾ അടക്കണമെന്നാണ്. മഗ്രിബിന് മുമ്പേ വാതിലുകൾ അടക്കണം. മഗ്രിബാവുന്നതോടുകൂടെ നമ്മുടെ വീടിൻ്റെ വാതിലും ജനലുകളുമൊക്കെ നമ്മൾ അടക്കണം. നേരത്തെ പറഞ്ഞ ഹദീസിലൂടെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഇദാ കാന ജുനുഹുൽ ലൈലി അവ അംസൈതും, രാത്രിയുടെ ആദ്യ സമയമായാൽ അല്ലെങ്കിൽ വൈകുന്നേരമായാൽ ഫഅഗ്ലിഖുൽ അബ്വാബ്, നിങ്ങളുടെ വാതിലുകളൊക്കെ, നിങ്ങളുടെ ജനലുകളും വാതിലുകളുമൊക്കെ നിങ്ങൾ അടക്കണം. വദ്കുറുസ്മല്ലാ, നിങ്ങൾ അടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറയണം. ഫഇന്ന ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ, ആ സമയത്താണല്ലോ പിശാചുകൾ വ്യാപിക്കുന്ന സമയമെന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു ശൈത്താനും അടക്കപ്പെട്ട വാതിലുകളെ, അള്ളാഹിൻ്റെ പേര് പറഞ്ഞിട്ട് അടക്കപ്പെട്ട വാതിലുകളെ തുറക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് മഗ്രിബിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ വാതിലൊക്കെ ഒന്ന് അടക്കണം. അതേപോലെ തന്നെ നാലാമത് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഭക്ഷണത്തിൻ്റെ പാത്രമൊക്കെ നമ്മൾ മൂടി വെക്കണമെന്നാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇദാ കാന ജുനുഹുൽ ലൈലി അവ അംസൈതും ഫഔഖു ഖറബക്കും, നിങ്ങളുടെ തോൽപാത്രങ്ങളെയൊക്കെ നിങ്ങൾ അടച്ചു വെക്കണം, അതൊക്കെ കെട്ടിവെക്കണം. വദ്കുറുസ്മല്ലാ, എന്നിട്ട് അള്ളാഹിൻ്റെ പേര് പറയണം. അള്ളാഹിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളതൊക്കെ കെട്ടിവെക്കണം. അതേപോലെ വഹമ്മിറു അബി ആനിയത്തക്കും വദ്കുറുസ്മല്ലാ, അതേപോലെ തന്നെ നിങ്ങളുടെ പാത്രങ്ങളെയൊക്കെ നിങ്ങൾ മൂടി വെക്കണം. അതൊരു മൂടിയൊന്നുമില്ലെങ്കിൽ ഒരു വിറക് കൊള്ളി കൊണ്ടെങ്കിലും നിങ്ങളത് അടച്ചു വെക്കണമെന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങളും ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ശൈത്താനിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നതാണ്. നമ്മൾ ആ സമയത്തല്ല പുറത്തു പോകേണ്ടത്. ആ സമയത്ത് ദിക്റിലും ദുആയിലുമായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞുകൂടണം. പ്രിയമുള്ളവരെ, എന്തേ നമ്മൾക്ക് ഇന്ന് ശൈത്താനിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നത്, നമ്മൾക്ക് സിഹർ ബാധിക്കുന്നത്, നമ്മുടെ വീടുകളിൽ രോഗം ബാധിക്കുന്നത്, നമ്മുടെ മക്കൾക്കും നമ്മുടെ കുട്ടികൾക്കും അതേപോലെയുള്ള നമ്മൾക്കൊക്കെ എന്തുകൊണ്ട് പലപ്പോഴും രോഗങ്ങൾ വരുന്നത്, വിട്ടുമാറാത്ത രോഗം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ പണ്ട് കാലത്തൊക്കെ ഹദ്ദാദും റാത്തീബും മൗലൂദുമൊക്കെ ആയിട്ട് നമ്മുടെ ഉമ്മമാർ കഴിഞ്ഞത് കൊണ്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ നല്ല ഐശ്വര്യമുണ്ടാകുന്നത് കാണാം. അതെങ്ങനെയാണ്? നമ്മുടെ ഉമ്മാമമാരും ഉപ്പാപ്പമാരും ഒക്കെ അവിടെ നിന്ന് ദിക്റും സ്വലാത്തും ചൊല്ലുന്നത് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം. അവർ പോയപ്പോൾ നമ്മുടെ വീടുകളിൽ ഐശ്വര്യം കുറഞ്ഞു. പുതിയ വീടുകളിൽ പെട്ടെന്ന് ശൈത്താനിൻ്റെ ഉപദ്രവം വന്നിട്ട് നമ്മൾ ഉസ്താദുമാരെ കാണുന്നൊരവസ്ഥയുണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. മൗലൂദും അതേപോലെ തന്നെ മറ്റുള്ള ആരാധന കർമ്മങ്ങളൊക്കെ ഈ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോകുന്നതാണ്. അള്ളാഹു നമ്മുടെ വീടുകളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശൈത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.